നമ്മുടെ വികാരങ്ങളെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരാളുടെ ഒരു വാക്ക് മതി നിങ്ങളുടെ സമാധാനം കളയാനെങ്കിൽ നിങ്ങൾ അവർക്ക് മുന്നിൽ വെറുമൊരു അടിമയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു മോട്ടിവേഷനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ മസ്തിഷ്കത്തെ പുനർക്രമീകരിക്കാൻ സഹായിക്കുന്ന വൈറ്റ് റൂം ആൽഗോരിതത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തരായ മനുഷ്യരുപയോഗിക്കുന്ന ആ 7 ഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. പാവകളെ പോലെ ജീവിക്കുന്നത് അവസാനിപ്പിക്കുക. മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എത്ര പ്രകോപിപ്പിച്ചാലും ഒരു 1% പോലും ഹാർട്ട് ബീറ്റ് കൂടാത്തൊരവസ്ഥ സങ്കല്പിക്കുക. അവർ അലറി വിളിക്കുമ്പോൾ നിങ്ങളതൊരു അർത്ഥശൂന്യമായ ശബ്ദം മാത്രമായി കാണുന്നു. ഇത് വെറുമൊരു മാജിക് അല്ല, ഇതൊരു മൈൻഡ് സെറ്റ് ആൽഗോരിതമാണ്. ഈ ലോകത്തെ 99% ആളുകളും സ്വന്തം ഇമോഷൻസിന്റെ അടിമകളാണ്. ബാക്കി വരുന്ന 1% എലീറ്റ് ആളുകളിൽ ഒരാളായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ പഴയ പതിപ്പിനെ ഇന്നിവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഈ മാറ്റം തുടങ്ങുന്നത് മാനസികമായ കരുത്തിൽ നിന്നാണ്. എന്നാൽ മനസ്സിനൊപ്പം തന്നെ നിങ്ങളുടെ ശരീരവും കരുത്തുറ്റതാകേണ്ടതുണ്ട്. മാനസിക നിയന്ത്രണം പോലെ തന്നെ പ്രധാനമാണ് ശാരീരിക നിയന്ത്രണവും. അവിടെയാണ് നമ്മുടെ ഒരു പ്രത്യേക അനൗൺസ്മെന്റിന് പ്രസക്തിയുള്ളത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കായി ഒരു സവിശേഷമായ ഓഫർ ഇന്ന് ഞാൻ പങ്കുവെക്കുന്നു. നിങ്ങൾ സ്വയം മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാനസികമായ കരുത്തിനൊപ്പം ശാരീരികമായ കരുത്തും അനിവാര്യമാണ്. ജിമ്മിൽ പോകാതെ തന്നെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് കരുത്തുറ്റ ശരീരം കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കാലിസ്തനിക്സ്. വിപണിയിൽ 3999 രൂപ വില വരുന്ന ഞങ്ങളുടെ അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന പ്രീമിയം വീഡിയോ കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നേടാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മുടെ ചാനലിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെറും 89 രൂപയ്ക്ക് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുക. കേവലം 89 രൂപയ്ക്ക് 5000-ഓളം രൂപ വില വരുന്ന ഒരു കംപ്ലീറ്റ് ഫിറ്റ്നസ് ഗൈഡാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ബോഡി കൺട്രോൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ കോൺഫിഡൻസ് നേടാനും ഇത് സഹായിക്കും. ഈ വീഡിയോയുടെ അവസാനം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ഞാൻ സംസാരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്, അതായത് നിങ്ങളുടെ വികാരങ്ങളെ അജയ്യമാക്കുന്ന ആ 7 ഘട്ടങ്ങളിലേക്ക് തിരിച്ചു പോകാം. ഫേസ് 1: ഇൻപുട്ട് ഡിറ്റക്ഷൻ. വിവരങ്ങളെ തിരിച്ചറിയുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദേഷ്യമല്ല, മറിച്ച് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പേഴ്സണലായി എടുക്കുന്നു എന്നതാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ അയാൾ എന്നെ എന്തിനാണ് ചീത്ത പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം നിങ്ങൾ തോറ്റുപോയി. അവിടെ നിങ്ങളുടെ ഈഗോയാണ് സംസാരിക്കുന്നത്. ബുദ്ധിശാലിയായ ഒരാൾ ഇൻസൾട്ടുകളെ വികാരമായല്ല, വെറും ഇൻഫർമേഷൻ അഥവാ ഡേറ്റയായിട്ടാണ് കാണുന്നത്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ചൂടാകുമ്പോൾ അയാൾക്ക് ദേഷ്യമാണെന്ന് കരുതുന്നതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക: ഈ വ്യക്തിയുടെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്നു, അയാളുടെ ബ്ലഡ് പ്രഷർ കൂടുന്നു, അയാൾക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ഒരു പട്ടി കുരയ്ക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു കുരയ്ക്കാകില്ലല്ലോ, കാരണം നിങ്ങൾക്കറിയാം അതൊരു മൃഗമാണെന്ന്. അതേ മനോഭാവം മനുഷ്യരിലും വളർത്തിയെടുക്കുക. വാക്കുകളിൽ നിന്ന് വികാരങ്ങളെ മാറ്റി അതിനെ വെറും ഡേറ്റയായി കാണാൻ പഠിച്ചാൽ നിങ്ങൾ അൺടച്ചബിൾ ആകും. വാക്കുകൾ വെറും ശബ്ദ തരംഗങ്ങൾ മാത്രമാണ്. നിങ്ങൾ അതിന് അധികാരം നൽകാത്തിടത്തോളം അവയ്ക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ഫേസ് 2: ലേറ്റൻസി. 3 സെക്കൻഡ് നിയമം. മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത അവന്റെ റിഫ്ലെക്സ് ആണ്. ആരെങ്കിലും ഒന്ന് തൊട്ടാൽ ഉടൻ തിരിച്ചു തല്ലുക, ഒന്ന് ചീത്ത പറഞ്ഞാൽ ഉടൻ തിരിച്ചു പറയുക. ഇതൊരു മൃഗതുല്യമായ സ്വഭാവമാണ്, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്. ബുദ്ധിയുള്ള മനുഷ്യൻ തന്റെ പ്രതികരണങ്ങൾക്ക് മുൻപ് ഒരു ഇടവേളയെടുക്കും. ഇതിനായി 3 സെക്കൻഡ് റൂൾ ഉപയോഗിക്കുക. ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉടൻ മറുപടി നൽകരുത്. കൃത്യം 3 സെക്കൻഡ് ഒന്നും ചെയ്യാതിരിക്കുക. ആ സമയം അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ദേഷ്യത്തോടെയല്ല, മറിച്ച് ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു വിചിത്ര ജീവിയെ നോക്കുന്ന കൗതുകത്തോടെ. ഈ നിശബ്ദത അവരെ പരിഭ്രാന്തരാക്കും. നിങ്ങൾ പ്രതികരിക്കാത്തത് അവരിൽ ഒരുതരം അസ്വസ്ഥത അഥവാ കെയോസ് ഉണ്ടാക്കും. ഓർക്കുക, നിശബ്ദതയ്ക്ക് വലിയ ഭാരമുണ്ട്. അത് താങ്ങാൻ കഴിയുന്നവന്റെ കയ്യിലായിരിക്കും എപ്പോഴും സാഹചര്യത്തിന്റെ നിയന്ത്രണം. ഫേസ് 3: ഡിസോസിയേഷൻ. ബോഡിയിൽ നിന്നും വേർപെടുക. പുറമേ നിങ്ങൾ ശാന്തനാണെങ്കിലും ഉള്ളിൽ യുദ്ധം നടക്കാം അവിടെ. ഇതൊഴിവാക്കാൻ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ കാര്യങ്ങളെ കാണുക. ഗെയിമിലെ ക്യാരക്ടർ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായി വേദനിക്കാറില്ലല്ലോ, നിങ്ങൾ വെറും ഒരു പ്ലെയർ മാത്രമാണ്. റിയൽ ലൈഫിലും ഇതേ ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരിക. ഒരു തർക്കം നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ബോഡിയിൽ നിന്നും പുറത്തെടുത്ത് റൂമിന്റെ ഒരു കോണിലിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതായി സങ്കല്പിക്കുക. താഴെ നിൽക്കുന്ന ആ രൂപം വെറും ഒരു അവതാർ മാത്രമാണ്. ആരെങ്കിലും അതിനെ ചീത്ത വിളിച്ചോട്ടെ, നിങ്ങൾ മുകളിൽ നിന്ന് അത് ആസ്വദിക്കുന്ന ഒരു ഡയറക്ടർ മാത്രമാണ്.
നിങ്ങൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകുന്ന നിമിഷം നിങ്ങളുടെ മസ്തിഷ്കം അതിന്റെ പൂർണ്ണമായ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. വികാരങ്ങളെ മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് ലോജിക്കാണ്. ലോകത്തെ എല്ലാ പ്രതികരണങ്ങൾക്കും ഒരു വിലയുണ്ട്. ദേഷ്യം എന്നത് സൗജന്യമാണെന്ന് കരുതരുത്. അത് വളരെ ചിലവേറിയതാണ്. നിങ്ങൾ ഒരാളോട് തർക്കിക്കുമ്പോൾ നിങ്ങളുടെ കോർട്ടിസോൾ ലെവൽ കൂടുന്നു, ഫോക്കസ് നഷ്ടപ്പെടുന്നു. ഇതൊരു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. റോഡിലെ ചെളിയിൽ കല്ലെറിഞ്ഞാൽ അത് നിങ്ങളുടെ ദേഹത്ത് തന്നെ തെറിക്കും. അതിലും നല്ലത് മിണ്ടാതെ സൈഡിലൂടെ നടന്നു പോകുന്നതാണ്. ഓരോ തവണ പ്രതികരിക്കാൻ തോന്നുമ്പോഴും സ്വയം ചോദിക്കുക, ഈ വ്യക്തി എന്റെ എനർജി അർഹിക്കുന്നുണ്ടോ? ഇയാളോട് തർക്കിച്ചാൽ എനിക്ക് എന്ത് ലാഭമുണ്ട്? 99% കേസിലും ഉത്തരം ഇല്ല എന്നായിരിക്കും. നഷ്ടം മാത്രം തരുന്ന ഒരു ബിസിനസ്സിൽ പണം മുടക്കാത്ത നിങ്ങൾ എന്തിന് വിലപ്പെട്ട എനർജി വെറുതെ കളയണം? ഭാവരഹിതമായ മുഖം. പലപ്പോഴും നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ മുഖം എല്ലാം വിളിച്ചു പറയും. നെറ്റി ചുളിയുന്നത്, താടിയെല്ല് മുറുക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ വികാരം പുറത്തെത്തിക്കും. ഇത് നിങ്ങളുടെ ശത്രുവിന് നൽകുന്ന ഒരു സൂചനയാണ്. നിങ്ങളുടെ ഫേഷ്യൽ മസിലുകളെ ബോധപൂർവം റിലാക്സ് ചെയ്യുക. കണ്ണുകളിലെ തിളക്കം മാറ്റി ഒരു ഡെഡ് ഐസ് ലുക്ക് നൽകുക. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ജഡ്ജ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുഖത്ത് ഒരു റിയാക്ഷനും കാണാതിരിക്കുമ്പോൾ അവർ സ്വന്തം ഇൻസെക്യൂരിറ്റികളിലേക്ക് വീണുപോകും. നിങ്ങളൊരു ഭിത്തിയാണെന്ന് അവർക്ക് തോന്നണം. എത്ര തട്ടിയാലും വേദനിക്കുന്നത് അവർക്കായിരിക്കും. അവരൊരു റിയാക്ഷന് വേണ്ടി ദാഹിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്നത് വെറും ശൂന്യതയാണ്. നിശബ്ദതയുടെ ആയുധം. ഇതുവരെ നമ്മൾ പ്രതിരോധിക്കുകയായിരുന്നു. ഇനി നമുക്ക് ആക്രമിക്കാം, കൈ ഉയർത്താതെ തന്നെ. മനുഷ്യർക്ക് നിശബ്ദത സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ആ വിടവ് നികത്താൻ അവർ കൂടുതൽ സംസാരിക്കും. ആ വെപ്രാളത്തിൽ അവർ അനാവശ്യമായ കാര്യങ്ങൾ വിളിച്ചു പറയും, തങ്ങളുടെ ബലഹീനതകൾ വെളിപ്പെടുത്തും. അവർ എന്തെങ്കിലും ആരോപിക്കുമ്പോൾ നീളൻ പ്രസംഗം നടത്തുന്നതിന് പകരം സിമ്പിളായി ഒരു ചോദ്യം ചോദിക്കുക, എങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നാൻ കാരണമെന്ത്? നിങ്ങൾ ശാന്തനായി ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി നൽകാൻ പാടുപെടേണ്ടി വരും. അതോടെ അവരുടെ ദേഷ്യം മാറി അവർ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകേണ്ടി വരും. അവിടെ കളി നിങ്ങളുടെ നിയന്ത്രണത്തിലായി. അന്തിമ വിജയം. ഇവിടെയാണ് പലരും തെറ്റിക്കുന്നത്. ജയിച്ചു കഴിയുമ്പോൾ കളിയാക്കി ചിരിക്കുന്നത് തോറ്റവന്റെ ലക്ഷണമാണ്. യഥാർത്ഥ വിജയി ഒരു ഭാവഭേദവുമില്ലാതെ അവിടെ നിന്ന് നടന്നു നീങ്ങും. അവർ അലറി വിളിച്ച് തളർന്നു, അവരുടെ ഇമേജ് മോശമായി. പക്ഷെ നിങ്ങളോ? നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നോർമലാണ്. നിങ്ങൾക്കൊരു പരിക്കും പറ്റിയിട്ടില്ല. അവരോട് വെറുപ്പല്ല, മറിച്ച് സഹതാപം തോന്നുന്ന ഒരു നോട്ടം മാത്രം നൽകുക. ഒരു കൊച്ചുകുട്ടി വാശി പിടിച്ച് കരയുന്നത് നോക്കി നിൽക്കുന്ന ഒരു മുതിർന്ന ആളെ പോലെ. എന്നിട്ട് സമാധാനമായി അവിടെ നിന്ന് നടന്നു പോകുക. അവർ നിങ്ങളെക്കുറിച്ച് രാത്രി മുഴുവൻ ആലോചിച്ച് വിഷമിക്കും. പക്ഷെ നിങ്ങൾക്ക് അവർ അസ്തിത്വമില്ലാത്ത വെറുമൊരു നിഴൽ മാത്രമായിരിക്കും. ലോകം നിങ്ങളെ നിയന്ത്രിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറഞ്ഞ 7 ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ മറ്റാർക്കും കീഴടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി മാറും. വികാരങ്ങൾ നമ്മുടെ കരുത്താകണം, അല്ലാതെ ബലഹീനതയാവരുത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സ്വയം നിയന്ത്രണം പഠിക്കുന്നതിനൊപ്പം ശാരീരികമായി കരുത്തനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അൾട്ടിമേറ്റ് കലസ്തനിക്സ് ഗൈഡ് എന്ന ഞങ്ങളുടെ 3999 രൂപ വിലയുള്ള കോഴ്സ് ഇപ്പോൾ സൗജന്യമായി നേടാം. വെറും 89 രൂപയ്ക്ക് നമ്മുടെ ചാനലിലെ ജോയിൻ ബട്ടൺ വഴി മെമ്പർഷിപ്പ് എടുത്താൽ മതിയാകും. ഇതിനകം തന്നെ നമ്മുടെ ചാനലിലെ 300ഓളം മെമ്പേഴ്സ് ഈ കോഴ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഞാൻ ക്ഷണിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മാറ്റങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൈക്കോളജി, സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.